പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ക്രോധാഗ്നിയിൽ മൊഴിയ സൗമിത്രിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു: അനുജ, വില്ല്, ശരം, വാള്, പരിച തുടങ്ങിയ വരായുധങ്ങൾ എടുത്തിട്ട് ഇപ്പോഴെന്താണ് കാര്യം? വില്ലാളി വീരനും അമേയ ബുദ്ധിമാനുമായ ഭരതൻ സ്വയമായി തന്നെ ഇങ്ങോട്ട് വരികയാണ്. അനുജനെ വധിച്ച് ദുഷ്പേരോടുകൂടി കിട്ടുന്ന രാജ്യത്തെ ഞാൻ എന്തു ചെയ്യും? അച്ഛനോട് ഏറ്റതിന് വിപരീതമായി ബന്ധുക്കളെയോ സ്നേഹജനങ്ങളെയോ നശിപ്പിച്ചു കിട്ടുന്ന രാജ്യത്തെ വിഭാതിതമായ ഭക്ഷണ പദാർത്ഥം പോലെ ഉപേക്ഷിക്കും. ലക്ഷ്മണ, നിങ്ങൾ 3 പേർക്ക് വേണ്ടി മാത്രം ധർമാർത്ഥ കാമങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സംഗതി തുറന്നു പറയുകയാണ് കുമാര. എൻ്റെ അനുജന്മാരുടെ സുരക്ഷ ആഗ്രഹിച്ചു മാത്രമാണ്, നിങ്ങളുടെ സുഖജീവിതത്തിനു വേണ്ടി മാത്രമാണ് രാജ്യവാസത്തിന് അഥവാ രാജാവാകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ ആയുധമാണ് സത്യം. സ്നേഹസ്വരൂപിയായ സൗമിത്രി, സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമി എനിക്ക് കിട്ടാനിട്ടല്ല. പക്ഷേ ഇന്ദ്രൻ്റെ പദവി കൂടി അധർമ്മകൃത്യം ചെയ്യേണ്ടി വന്നാൽ നിസ്സംശയം ഞാൻ ഉപേക്ഷിക്കും. ഉണ്ണി, ഭരതനും ശത്രുഘ്നനും നീയും അല്ലാത്തൊരു സുഖം എനിക്ക് വരുന്നത് അഗ്നിയിൽ പതിച്ച് ചാമ്പലാകട്ടെ. ലക്ഷ്മണ, അയോധ്യയിൽ എത്തിയ ഭരതൻ ഭ്രാതസ്നേഹവിവശനായി നമ്മുടെ വംശധർമ്മം ആലോചിച്ച് എൻ്റെ അടുത്തേക്ക് വരികയാണ്. പ്രാണപ്രിയ സഹോദരനായ അവൻ്റെ വരവിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വീരനായ സൗമിത്രി, സീതയും നീയും ഒന്നിച്ച് ഞാൻ ജടാവൽക്കരങ്ങൾ ധരിച്ച് നാടുവെടിഞ്ഞ് കാനനത്തിലേക്ക് പോയ വർത്തമാനമറിഞ്ഞ് സ്നേഹപൂർണ്ണ ഹൃദയത്തോടെ ശോകസംതപ്തനായി നമ്മെ കാണുവാൻ നിന്റെ ജ്യേഷ്ഠൻ വരികയാണ്. മറ്റൊന്ന് സംശയിക്കുവാൻ തന്നെയില്ല. ക്രോധാന്തനായി കൈകേയി അമ്മയെ നിർഭയം ശകാരിച്ച് അച്ഛനെ പ്രസാദിപ്പിച്ച് അയോധ്യ രാജ്യത്തെ എനിക്ക് തരുവാൻ വേണ്ടിയാണ് ശ്രീമാനായ ഭരതൻ വരുന്നത്. നമ്മെ കാണുവാൻ ആഗ്രഹിച്ചത് ധാർമ്മികോത്തംസമായ ഭരതൻ്റെ ബുദ്ധിക്ക് ഏറ്റവും യോജിച്ചതു മാത്രം. നമ്മളിൽ എന്തെങ്കിലും ചെറിയൊരു ഉപദ്രവം ഉണ്ടാക്കണമെന്ന് അവൻ ആലോചിക്കുമോ? ലക്ഷ്മണ, നിനക്ക് അനിഷ്ടമായ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യുകയോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഭരതൻ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും നിനക്ക് ഇത്രയും ഭയമോ? എൻ്റെ പൊന്നനുജ, ഭരതനിൽ നിനക്ക് സംശയം തോന്നുന്നുവല്ലോ. കോപത്തിന് അടിമയായതിനാൽ നിന്റെ ബുദ്ധി ശരിക്ക് പോകുന്നില്ല. കുമാര, വിപ്രിയമോ കഠിനമോ ആയ വാക്കുകൾ ഭരതനെപ്പറ്റി പറയുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കാത്തതാണ്. ഏതു തരത്തിലുള്ള ആപത്തു വന്നാലും മക്കൾ അച്ഛനെ വധിക്കുമോ? പ്രാണതുല്യനായ സഹോദരനെ ഏതൊരു സഹോദരനാണ് നിഗ്രഹിക്കുവാൻ സാധിക്കുക? ലക്ഷ്മണ, നിനക്ക് അയോധ്യ രാജ്യം അധീനമാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഭരതനോട് നാട് ലക്ഷ്മണന് കൊടുക്കണം എന്ന് ഞാൻ പറയാം. അങ്ങനെയാകാം എന്നൊരു മറുപടി അല്ലാതെ ഭരതൻ്റെ നാവിൽ നിന്ന് മറ്റൊന്നും ഉയരുന്നതല്ല. ധർമ്മസ്വരൂപിയായ ശ്രീരാമദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ക്രോധം മാറി ബുദ്ധി തെളിഞ്ഞ് ലജ്ജ കൊണ്ട് തന്നിലേക്ക് തന്നെ ലയിച്ചതുപോലെയായി ലക്ഷ്മണൻ. ശാന്തമായ ഹൃദയം സത്പഥത്തിലേക്ക് തിരിഞ്ഞു. മഹാബുദ്ധിമാനായ ലക്ഷ്മണന് പശ്ചാത്താപം ഉദിച്ചു. വ്രീള കൊണ്ട് തല താഴ്ത്തി തൊഴുതു പറഞ്ഞു: പ്രഭോ, ഒരു പക്ഷേ അവിടുത്തെ സന്ദർശിക്കുവാൻ അച്ഛനും കൂടി ജ്യേഷ്ഠനോടൊന്നിച്ച് വന്നിട്ടുണ്ടാകും. സങ്കോചം കൊണ്ട് തലയുയർത്തുവാൻ സാധിക്കാതെ നിൽക്കുന്ന ലക്ഷ്മണനെ സസ്നേഹം നോക്കി പൂപ്പുഞ്ചിരിയോടെ ശ്രീരാമദേവൻ അരുൾ ചെയ്തു: കുമാര, മഹാഭുജനായ ഭരതൻ നമ്മളെ കാണുവാൻ ധൃതിപ്പെട്ട് വരുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ വനവാസത്തിൻ്റെ ദുഃഖം ആലോചിച്ച് നമ്മെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വരുന്നതാകാം. സർവ്വസുഖങ്ങളുടെയും മധ്യത്തിൽ ജനിച്ചു വളർന്നു വന്ന വൈദേഹിയെ കാട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ അച്ഛൻ ആജ്ഞാപിച്ചു എന്നും വന്നേക്കാം. കുലീനത തികച്ചും വ്യക്തമാക്കുന്ന ലക്ഷണമൊത്ത ആ കുതിരകൾ വായുവിന് തുല്യം വരുന്നത് നോക്കൂ. അമിത ബുദ്ധിമാനായ അച്ഛൻ്റെ മൃത്യുഞ്ജയൻ എന്ന വൃദ്ധഗജം പടകളുടെ മുന്നിലായി ഇതാ വരുന്നു. എന്നാൽ നോക്കൂ ലക്ഷ്മണ, ദിവ്യവും പൂജനീയവുമായ വെൺകൊറ്റക്കുട കാണുന്നില്ലല്ലോ. എനിക്കതിൽ എന്തെല്ലാമോ സംശയങ്ങൾ തോന്നുന്നു. കുമാര, മരത്തിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങി വരൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. അതുപോലെ ചെയ്യൂ. വീണ്ടും വൃക്ഷാഗ്രത്തിലേറി സശ്രദ്ധം സൈന്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൗമിത്രി ധാർമ്മികനായ അഗ്രജ നിർദ്ദേശമനുസരിച്ച് ഇറങ്ങി വന്ന് തൊഴുതുകൊണ്ട് ശ്രീരാമസവിധത്തിൽ നിന്നും യാതൊരു ഉപദ്രവം ഉണ്ടാകരുതെന്ന് ഭരതൻ്റെ കൽപ്പനയനുസരിച്ച് സൈന്യങ്ങളെയെല്ലാം പർവ്വതത്തിൻ്റെ 4 പുറവും നിർത്തി മഹാഗജങ്ങളും അശ്വങ്ങളും നിറഞ്ഞ ദശരഥ സൈന്യം ഗിരിവരനെ കാക്കുന്നത് പോലെ 1.5 യോജന ദൂരത്തിലാണ് അണിനിരന്നത്. ദേവനായ അഗ്രജന് എങ്ങനെയെങ്കിലും കാരുണ്യം ഉണ്ടാകുവാൻ മാത്രമേ കുമാരൻ ആഗ്രഹിക്കുന്നുള്ളൂ. അഹങ്കാരത്തിൻ്റെ കണികയില്ലാതെ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് കൊടുങ്കാട്ടിലേക്ക് വരുന്ന ഭരതൻ നയിക്കുന്ന ആ മഹാസൈന്യം ചിത്രകൂടാചലത്തിന് അത്ഭുതപൂർവമായ മനോഹാരിത്വം 10 മടങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.